രാസവളത്തിലെ വിലയിലുണ്ടായ വലിയ വർധന കർഷകരെ വലയ്ക്കുന്നു. രണ്ടാം കൃഷിക്കുള്ള ഒരുക്കങ്ങൾക്കിടെയാണ് രാസവളത്തിന് വില കൂടിയിരിക്കുന്നത്. രാസവളത്തിന്റെ വിലയിലുണ്ടായ വർധനവ് കർഷകരെ പ്രതിസന്ധിയിലാഴ്ത്തുന്നു. രണ്ടാം കൃഷിയുടെ ഒരുക്കങ്ങൾക്കിടയിലാണ് നെൽകർഷകർക്ക് തിരിച്ചടിയായി രാസവള വിലവർധന ഉണ്ടായിരിക്കുന്നത്. പൊട്ടാഷ്, NPK എന്നിവയുടെ വില കുതിച്ചു കയറുകയാണ്. ഫാക്ടം ഫോസിന് ചാക്കൊന്നിന് 50 രൂപയാണ് വർദ്ധിച്ചത്. പൊട്ടാഷിനാകട്ടെ 175 രൂപയ്ക്കടുത്തും വർദ്ധിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി വെട്ടിക്കുറച്ചതോടെ രാസവളങ്ങളുടെ വിലവർധന നിരന്തരമായി ഉണ്ടാക്കുകയാണ്. ഇത് കർഷകർക്ക് ഭാരിച്ച ബാധ്യതയായി മാറിയിട്ടുണ്ടെന്നാണ് ആക്ഷേപം. പുഞ്ചകൃഷിയുടെ നെല്ലിന്റെ വില ലഭിക്കാതിരിക്കെ ജൂണിൽ വിതരണം തുടങ്ങുകയും കാലവർഷം ശക്തമാകുകയും ചെയ്താൽ വളത്തിന്റെ വിലവർധന വലിയ പ്രതിസന്ധിക്ക് തന്നെ കാരണമാകുമെന്ന് കർഷകർ പറയുന്നു. അതേസമയം നെല്ലിന്റെ താങ്ങുവിലയിൽ ക്വിന്റലിന് 72 രൂപ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചെങ്കിലും രാസവള വില വർധന നിയന്ത്രിക്കാതെ ഇരിക്കുന്നതിനാൽ താങ്ങുവിലയുടെ വർധനവിന്റെ പ്രയോജനം കർഷകർക്ക് ലഭിക്കാത്ത സാഹചര്യവുമുണ്ട്. രാസവള സബ്സിഡി പുനഃസ്ഥാപിക്കുകയോ ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യണമെന്നാണ് കർഷകരുടെ പ്രധാന ആവശ്യം. ഇല്ലെങ്കിൽ കുട്ടനാട് അടക്കമുള്ള മേഖലയിലെ കാർഷിക വൃത്തിക്ക് ഇത് വലിയ ആഘാതം സൃഷ്ടിക്കുമെന്നും പറയുന്നു. CDNet ന്യൂസ്, കായംകുളം.